രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ വീടുകൾക്ക് നേരെ അക്രമം പതിവാകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം ജില്ലയിൽ തകർക്കപ്പെട്ടത് 100-ലധികം വീടുകളാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി സമാധാന യോഗത്തിന്റെ തീരുമാനവും പ്രാദേശിക നേതൃത്വം മുഖവിലേക്കെടുക്കുന്നില്ല. CPM നേതാവ് ധനരാജിന്റെ 1ാം രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ അക്രമ സംഭവങ്ങളുടെ ബാക്കി പത്രമാണിത്. CPM BJP പ്രവർത്തകരായ 23 പേരുടെ വീടുകളാണ് തകർക്കപ്പെട്ടത്. പല വീടുകളും അഗ്നിക്കിരയാക്കി. വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും സർട്ടിഫിക്കറ്റുകളും അടക്കം കത്തിനശിച്ചു. സാധനം നമുക്ക് വീട്ടിലെടുക്കാനില്ല. എൻ്റെ മോനെ സർട്ടിഫിക്കറ്റ് തേച്ചും പോയിട്ടില്ല. ബിടെക്കിന് പഠിക്കുന്ന മോനാണ്. ഇതിൽ തന്നെ ഇവർ നേടുന്നെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെ നമ്മൾ തകർത്തിട്ട് എന്നാ നേടുന്നത്? ഇത് ആർക്ക് വേണ്ടിയിട്ട് ഇവരിത് ചെയ്യുന്നത്? നമ്മൾ ആരോട് പരാതിപ്പെടേണ്ടത്? ഒരു മനുഷ്യായുസ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർക്കപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് ഈ മനുഷ്യർ. ഒരു സ്വപ്നമാണ്, അതാണ് ഈ ഒരു നിമിഷം കൊണ്ട് അടിച്ച് തകർത്തത്. നമ്മളെല്ലാം ഒരുപാട് കഷ്ടപ്പാട് കൊണ്ട് മക്കളെയും എന്തെല്ലാം കഷ്ടപ്പാട് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയത്. ഇനിയിപ്പോൾ ഒരു വീട് ഇങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മളതൊന്നും കഴിയുന്നതല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം വിവിധ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തകർക്കപ്പെട്ടത് 100-ലേറെ വീടുകളാണ്. കഴിഞ്ഞ മാസം തലശ്ശേരി നഗരസഭ സംഘടിപ്പിച്ച ഘോഷയാത്രയിലുണ്ടായ വാക്കേറ്റത്തെ തുടർന്ന് ഈ പ്രദേശത്ത് മാത്രം 11 വീടുകൾ തകർക്കപ്പെട്ടിരുന്നു. ധർമ്മടം മണ്ഡലത്തിൽ മാത്രം വിവിധ സംഭവങ്ങളിലായി 40-ലധികം പേരുടെ വീടുകൾക്ക് നേരെ അക്രമമുണ്ടായി. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി സമാധാന യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് വീടുകൾക്ക് നേരെ അക്രമം നടത്തരുത് എന്നായിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇരുവിഭാഗവും വീടുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.